ഹലോ ഗൈസ്, ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അശ്വിൻ. ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് ജബലഫീത്തിലേക്കാണ്. കാരണം ഞങ്ങളുടെ ആനിവേഴ്സറി ആണിന്ന്. ശ്രീകുട്ടി എൻ്റെ കൂടെ ഇല്ല. ഞാൻ ഇന്നിപ്പോൾ പോയിട്ട് വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് ശ്രീകുട്ടിനെയും കൂട്ടി ഞങ്ങൾ ജബലഫീത്തിൽ പോകാനാണ് പ്ലാന്. ശ്രീകുട്ടി അറിയില്ല, ഇത് സർപ്രൈസാണ്. അപ്പോൾ ഞാൻ ബസ് കയറിയിട്ടാണുള്ളത്. ഇനി നേരെ ടൗണിൽ പോയിട്ട് കാർ റെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. ഞാൻ ഓൾറെഡി അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരെൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ എല്ലാം അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ പോയിട്ട് വണ്ടി എടുക്കണം. സാധാരണ ഇപ്പോൾ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്ക് പോകുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ പോലെ. കാരണം ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് സമയം ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ സമയം വല്ലാണ്ട് കൂടിയതുപോലെ. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാനിത് അല്ലൈൻ ടൗണിലെത്തി. ഇനി ഞാൻ കാറ് റെൻറ്റ് കിട്ടുന്ന സ്ഥലത്തേക്കാണ് നടന്ന് പോകുന്നത്. ഇവിടുന്ന് അത്യാവശ്യം നടക്കാനുണ്ട്. ആക്ച്വലി എനിക്ക് സ്ഥലം കറക്റ്റ് അറിയത്തില്ല. മൂപ്പര് ലൊക്കേഷൻ അയച്ചതിന് എന്നാൽ എൻ്റെ കയ്യിൽ നെറ്റും ഇല്ല. ഞാനിപ്പോൾ ഇതാ നടന്ന് ലുലുവിൻ്റെ അടുത്തെത്താനായി. അതാണ് യൂസഫ് അലി ഖാൻ്റെ ആദ്യത്തെ ലുലു, അതായത് ലുലു എക്സ്പ്രസ്. ഇതാണ് ഞാൻ പറഞ്ഞ ലുലു. MA യൂസഫ് അലീൻ്റെ ഫസ്റ്റത്തെ ലുലുവാണിത്. ഇവിടെ നിന്നാണ് മൂപ്പര് എല്ലാ സാമ്രാജ്യവും കെട്ടിപ്പണിത്തത്. ഞാൻ സിഗ്നലിൽ വെയിറ്റ് ചെയ്യാണ്. ലുലുവിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഈ അല്ലൈൻ ഒയാസിസ് ഉള്ളത്. കുറച്ച് അപ്പുറത്തായിട്ട് ഒരുപാട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമില്ലേ, അതാണ് അല്ലൈൻ ഒയാസിസ്. നല്ല അടിപൊളിയാണ് സ്ഥലം. ഞാനിതുവരെ പോയിട്ടില്ല. സമയമുള്ളപ്പോൾ ഒന്ന് പോയി കാണണം. ഞാൻ നടന്ന് എവിടെയൊക്കെയോ എത്തി. ഇപ്പോൾ ലൊക്കേഷനിൽ ഓഫ്ലൈനായിട്ട് തന്നെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റെൻ്റേ കാറിൻ്റെ ഓഫീസിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കാർ എടുക്കാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് UAE ആദ്യമായിട്ട് കാർ എടുക്കുന്നത്, റെൻ്റേ കാർ. നോക്കാം. ഞാൻ ലുലുവിലെത്തി. ഇനിയിപ്പം ഒരു കേക്ക് വാങ്ങണം. അതിന് വേണ്ടിയിട്ട് ലുലുവിലെത്തിയിട്ടുള്ളത്. ബട്ടർ സ്കോച്ച് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് കേക്ക് ഉണ്ട്, കാരമലുണ്ട്, പിന്നെ ഐറിഷ് കോഫി. ഞാനൊരു ബട്ടർ സ്കോച്ച് കേക്ക് വാങ്ങി. ഇതാണ് നമ്മുടെ വണ്ടി, ഇതിൻ്റെ ബാക്കിലുള്ളത്. ആടെ കാണുന്നുണ്ടാ? അതാ അതിൻ്റെ മുകളിൽ. നമുക്ക് അതിൻ്റെ മുകളിൽ പോവാം. ഓക്കെ. ഞങ്ങളുടെ ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ ഞങ്ങളിന്ന് ജബലഫീത്തിൽ പോവാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആനിവേഴ്സറി അല്ലേ? ഇവിടുന്ന് ഞങ്ങൾ മന്തി വാങ്ങി പോവാണ്. എൻ്റെ കയ്യിൽ മന്തിയൊക്കെ ഉണ്ട്, മന്തിയും ബിരിയാണിയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ച് നേരെ പോവാണ്. മല नेपालीहरूले पनि छ अरे यो सेफ्टी हुन्छ कि हुँदैन चढ न भन्दै डबल सिटवाला गाडी. Your destination is on the left. അപ്പം നമ്മുടെ മന്തിയും ബിരിയാണിയും. വാ പോവാ. So they will not be telling anything. മര്യാദക്ക്
ഇതെടുക്കാൻ പറഞ്ഞു. എന്തിനാ അതിന്റെ പേര്? ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞു. Yeah, I tell her that this bring the jacket car you can അങ്ങനെ കഴിച്ച് ഞങ്ങൾ ജബലഫീത്തിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ ഞങ്ങളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ഞങ്ങളുടെ ആനിവേഴ്സറി കേക്ക് ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗണേഷും ടീമും എല്ലാവരും കൂടിയിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഗണേഷാണ്, ഇത് ഗണേഷിൻ്റെ വൈഫാണ്, ഇത് ഗണേഷിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നിട്ടാണുള്ളത്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഞാൻ വിചാരിച്ചു തണുപ്പ് കുറവായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊന്നും എടുത്തില്ല. ഇതാണ് നമ്മളെ കേക്ക്. അവർ മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പാറി കളിക്കുന്നത്. ഈ കാറ്റുള്ളത് കൊണ്ട് തന്നെ ബലൂൺ ഡാൻസ് ചെയ്യാണ്. No, just no. Yeah, blue. Oh, happy anniversary. Smell, clap. Ganesh, you just come back. You also come back. Happy anniversary. ആക്ച്വലി ഗണേഷ് ഫുൾ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. അവിടെ ഗാർബേജിന് വരെ ഫുൾ സെറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങളെ കേക്ക് കട്ട് ചെയ്ത് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതുള്ളത് കൊണ്ട് കാറ്റധികം അടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളും ഇവിടെ സെറ്റിൽ ചെയ്തു. ഞങ്ങളിവിടെ നിലത്തിരിക്കാൻ നേരിച്ചു. ഇപ്പം നിലം തണുക്കുമെന്ന് പറയുന്നില്ല, എന്നാലും ചെറിയൊരു കാറ്റൊക്കെ വരുമ്പോൾ നല്ല സുഖം. ഗണേഷ്, വാട്ട് ഈസ് ദ നെയിം? ചട്പട്ട. ചട്പട്ടേ. നമ്മളിപ്പോൾ ചട്പട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തോ സംഭവമാണ്, ഒരു സ്പെഷ്യൽ നേപ്പാളി ഡിഷാണ്. സോ നമ്മൾ എന്തൊക്കെയോ കടലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ടൊമാറ്റോ ഉണ്ട്. ഞങ്ങൾ സ്പൂണ് മറന്നുപോയി. ഇപ്പോൾ ഗണേഷിന്റെ സ്പെഷ്യൽ ഐഡിയ, സ്പൂണില്ലാത്തതുകൊണ്ട് കാർബോർഡ് മുറിച്ചിട്ട് സ്പൂണാക്കി. എന്തൊക്കെയോ മസാല ഒക്കെ ഇടുന്നുണ്ട്. മല്ലിച്ചപ്പ്, പിന്നെ ടൊമാറ്റോ ഉണ്ട്, പിന്നെ Onion, tomato, കൊറിയാൻഡർ. പിന്നെ നമ്മൾ എന്തൊക്കെയോ മസാലയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുക്ക്. നമ്മുടെ കുക്കാണ് ഇന്ദിര. ഇതെല്ലാം കൂടി ഇടുകയാണ്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് നോക്കാം എന്താ വരിക. ഇവിടെ നമുക്ക് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട്. Organic, okay? Organic. What is that? Honey? Organic lemon. Lemon. For mustard oil. മസ്റ്റാർഡ് ഓയിൽ. ഇതാണ് പ്യുവർ മസ്റ്റാർഡ് ഓയിലാണത്. നമ്മൾ പൊരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തു. ഇത് ഞാനൊന്ന് സത്യം പറഞ്ഞാൽ തീരെ പ്രതീക്ഷിച്ചില്ല. അടിപൊളി. ഇനി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതായിരിക്കും. ശ്രീകുട്ടി, ഇത് കഴിച്ചിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ? ഞങ്ങളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നല്ലൊരു പരുവത്തിൽ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് കഴിക്കലായിരിക്കും പരിപാടി. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുള്ളതെന്ന്. കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലെ ഈ പാനിപ്പൂരി ഇങ്ങനത്തെയൊക്കെ ഒരു വകഭേദം ആണെന്ന് പറയാം നമുക്ക്. അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പൂൺ റെഡി ആക്കുന്നുണ്ട്. ഇപ്പുറത്തെ 2-3 പൂച്ചകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ ഫുഡിൻ്റെ മണം കേട്ടിട്ടാണോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് വീതിച്ച് കൊടുക്കുകയാണ്. ഇപ്പുറത്ത് നമുക്ക് ജ്യൂസ് പാർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അവർ ആ ജ്യൂസൊക്കെ വെക്കുന്നതിൻ്റെ ഒരു ശൈലി കണ്ടില്ലേ, ഭയങ്കര അവരെ ആതിഥ്യ മര്യാദയൊക്കെ ഉള്ളൊരു ആൾക്കാരാണ് ഇവർ. चटपटे. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചട്പട്ട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലെമൺ ഫ്ലേവർ ഉണ്ട്, പിന്നെ നമ്മുടെ കൊറിയാൻഡർ ലീവ്സിൻ്റെ ഒരു ടേസ്റ്റ്, പിന്നെ ഒരുപാട് സ്പൈസി അല്ല, ഒരു എന്താ പറയുക ചാറ്റ് മസാലേൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. മുകളിലൂടെ വിമാനം പോകുന്നുണ്ട്, പിന്നെ കുറേ നക്ഷത്രങ്ങളും കാണാം ഇവിടെ ഇരുന്നിട്ട്. ഈ നക്ഷത്രങ്ങളൊക്കെ കണ്ട് ഇവിടുന്ന് ചാട്ട്പട ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മുടെ ജ്യൂസും ഉണ്ട്. എന്തോ സ്റ്റേജാണെന്ന് തോന്നുന്നു. ഞങ്ങൾ സ്റ്റേജിൻ്റെ താഴെയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അധികം കാറ്റ് കൊള്ളുന്നില്ല. ഇത് കഴിക്കുന്നവർക്ക് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ. ഈ ചട്ട്പട്ട് കഴിച്ചു കഴിഞ്ഞു. ഇതാ ഇനി അടുത്തത് പിസ്സയാണ്. താങ്ക് യു. മതി മതി. ഓരോരുത്തരായിട്ട് ഓരോരുത്തർ ബൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എണീച്ചു. കാലൊക്കെ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ പുറത്തേക്ക് പോകാതിരിക്കാൻ ഒരു കമ്പി വേലിയുണ്ട്. എന്നുള്ള വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അങ്ങ് നോക്കത്താ ദൂരത്തോളം ലൈറ്റ് തെളിച്ചു ഇങ്ങനെ കാണാൻ എന്ത് രസമാണെന്നറിയോ. അടിപൊളിയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അത് കാറ്റെന്നറിയോ, നല്ല കാറ്റുണ്ട്, അതേപോലെ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, കാറ്റ് നല്ലപോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തണുപ്പുണ്ട്. ഞങ്ങൾ ജാക്കറ്റ് എടുക്കാൻ മറന്നതുകൊണ്ട് നല്ല മടിയായിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെയുണ്ട് ശിവകുട്ടി. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെയോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഡാൻസും ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ടിക്ടോക്ക് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ബിരിയാണിയും മന്തിയും എല്ലാം കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. ജബലഫീത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. കാഴ്ച കണ്ടു നിങ്ങൾ, എന്ത് ഭംഗിയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ ആനിവേഴ്സറിയൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇങ്ങോട്ട് നോക്കിയാലും അങ്ങനെ ആനിവേഴ്സറി യാത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ചെറുതായൊരു പണി കിട്ടി. റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് 100-ൽ നിന്ന് 80-ലേക്ക് വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ ഫൈൻ എൻ്റെ പേരിലായി. എല്ലാം കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ റൂമിലേക്ക് എത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ബായ്.